ഏറ്റവും സൗകര്യമുള്ള വഴി കുറ്റം പറയലാണ്. അതാവുമ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല എന്നതുപോലെ തന്നെ പ്രത്യേകിച്ച് കഴിവും വേണ്ട. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയെ കുറിച്ചാണ്. കെ സുരേന്ദ്രന്റെ അഭിപ്രായത്തിൽ വയനാട് പുനരധിവാസം സമ്പൂർണ്ണമായി അവതാളത്തിലായിരിക്കുകയാണത്രേ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ആയിരക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ടും വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് സുരേന്ദ്രൻ പറയുകയുണ്ടായി. 2 എസ്റ്റേറ്റ് ഏറ്റെടുത്തുവെന്നായിരുന്നു അവകാശവാദമെങ്കിലും ഇപ്പോൾ അത് ഒരു എസ്റ്റേറ്റായി മാറിയെന്നും ആ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ തന്നെ പല തർക്കങ്ങളും നിലനിൽക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. പണമില്ലാത്തത് കൊണ്ടല്ല, സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നതാണെന്നാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർ പറയുന്നത്. ഇതും അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ആദ്യം പറഞ്ഞത് 10 സെന്റ് ഭൂമി കൊടുക്കുമെന്നായിരുന്നു. ഇപ്പോൾ അതിന്റെ പകുതിയായി ഭൂമി. വീട് വാങ്ങാൻ ആളില്ലാതായിരിക്കുന്നു. ഇവർ പറയുന്നത് അനുസരിച്ച് ഇവർ പറയുന്ന സ്ഥലത്ത് പുനരധിവസിപ്പിക്കാൻ താല്പര്യമില്ലെന്നാണ് ആൾക്കാർ പറയുന്നതെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോയി. കാരണം ഇരട്ടി വില കൊടുക്കണമെന്നാണ് പറയുന്നത്. വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്നും 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. വീട് വേണ്ട, ഞങ്ങൾക്ക് വീടും സ്ഥലവും വാങ്ങാൻ പണം മതിയെന്നുള്ളവർക്ക് ഇവർ 15 ലക്ഷമാണ് കൊടുക്കുന്നത്. നോക്കൂ, ഒരു സർക്കാർ ദുരന്തത്തെ എത്രമാത്രം കൊള്ളയടിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതിനുള്ള തെളിവാണിതെന്നും സുരേന്ദ്രൻ ആരോപിക്കുകയുണ്ടായി. സുരേന്ദ്രൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും, എന്നാൽ ജനങ്ങൾ പറയുന്നത് എന്താണെന്നും കൂടി കേൾക്കാൻ മനസ്സ് കാണിക്കേണ്ട സാറേ. ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ടും കേന്ദ്രം വെച്ച് നീട്ടിയ പിച്ചക്കാശ് കൊണ്ടാണ് സർക്കാർ ഇതെല്ലാം ചെയ്യുന്നത്. അതും റൊക്കം കാശൊന്നുമല്ല, കടമായിട്ട്. അതിൽ നിന്നാണ് പിണറായിയും കൂട്ടരും കൈയിട്ട് വാരുന്നേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാണമില്ലേ സുരേന്ദ്ര ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയാൻ? ഈ പാർട്ടി കുപ്പായമൊക്കെ അഴിച്ചു വെച്ച് വീട്ടിലെത്തുമ്പോൾ അപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണം, യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് കേരളത്തിനോട് ചെയ്യുന്നതെന്ന്. കേരളത്തിനോട് എന്താണ് കേന്ദ്രത്തിന് ഇത്രയ്ക്ക് വൈരാഗ്യമെന്ന്. കേന്ദ്രം കേരളത്തിനോട് ഈ ദുരന്ത സമയത്ത് പ്രവർത്തിച്ച രീതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയുണ്ടായി. ഇങ്ങനെ രാഷ്ട്രീയം പോലും നോക്കാതെ വയനാട്ടുകാർക്ക് വേണ്ടി നിലനിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിന്റെ ഇടയിലാണ് കേന്ദ്രത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് സുരേന്ദ്രൻ വരുന്നത്. പറ്റുമെങ്കിൽ ഈ പ്രസ്താവന കഴിഞ്ഞ് നിങ്ങൾ വയനാട്ടിലേക്കൊന്നും പോകാതിരിക്കൂ. ഇനി പോവുകയാണെങ്കിൽ തന്നെ അവിടെ ചെന്ന് ഇത്തരം വിടുവായത്തരങ്ങളൊന്നും പറയാതിരിക്കൂ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവർക്ക് കേന്ദ്രം കാണിക്കുന്ന തരം താണ പരിപാടികളൊക്കെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴെങ്ങാനും ഈ അറിവ് വിതറാൻ പോയാൽ എല്ല് പോലും ബാക്കി കാണൂല.